ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. 1998 തുടങ്ങി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കിംഗ് മേഖലയിലേക്ക് കൂടി കടക്കുകയാണെന്ന് ചെയർമാൻ സോജൻ വി അവറാച്ചൻ അറിയിച്ചു. വളർച്ചയുടെ പാതയിൽ മുന്നേറുന്ന സൊസൈറ്റിയുടെ ചില ഓഫീസുകളിൽ ആദായനികുതി വകുപ്പ് പരിശോധന നടക്കുകയുണ്ടായി. ഒരു സാധാരണ പരിശോധനയാണെന്നിരിക്കെ സൊസൈറ്റിക്കെതിരെ ചില കുൽസിത ശക്തികൾ കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുകയുമാണ്. പരിശോധനയുടെ തുടർഫലമായി ചില നിക്ഷേപകർ കാലാവധിക്ക് മുൻപായി അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിന് ബ്രാഞ്ചുകളിൽ അപേക്ഷ നൽകുകയും അതിൽ ഭൂരിഭാഗം അപേക്ഷകൾ തീർപ്പാക്കി പണം നൽകിയിട്ടുള്ളതുമാണ്. 2024 ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ 800 കോടിയിലധികം തിരിച്ചു നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള അപേക്ഷകളുടെ ആകെ തുക 70 കോടിയോളം മാത്രമാണ്. എന്നാൽ സൊസൈറ്റിയുടെ നിലവിലുള്ള ആസ്തികളുടെ മൂല്യവും മെമ്പർമാർക്ക് നൽകിയിട്ടുള്ള ലോൺ തുകയുമൊക്കെ ഈ തുകയുടെ പല മടങ്ങ് ഇരട്ടിയാണ്. സൊസൈറ്റി നൽകിയിരിക്കുന്ന ലോണിന്റെ തിരിച്ചടവിൽ മേൽപ്പറഞ്ഞ പരിശോധനയ്ക്ക് ശേഷം വായ്പകൾ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക തുക തന്നെ 150 കോടിയിൽ അധികമുണ്ട്. ഈ കുടിശ്ശിക തിരിച്ചു ലഭിച്ചാൽ തന്നെ ഇപ്പോഴുള്ള മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കുവാനുള്ളതിനേക്കാൾ പണം ലഭ്യമാവുന്നതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിക്ഷേപകർ കാലാവധിക്ക് മുമ്പ് തന്നെ പണം പിൻവലിക്കുവാൻ എത്തുകയും എന്നാൽ ഇത് ഒരു അവസരമായി കണ്ട് ചില വായ്പക്കാർ വായ്പ തിരിച്ചടവിന് താമസം വരുത്തുകയുമായിരുന്നു. സൊസൈറ്റിയുടെ ആരംഭം മുതൽ ഇന്ന് വരെയും കാലാവധി പൂർത്തിയായ എല്ലാ നിക്ഷേപകർക്കും മെച്യൂരിറ്റി തുകയും പ്രതിമാസ പലിശയും കൃത്യമായി നൽകി വരുന്നു. കാലാവധിക്ക് മുൻപ് പിൻവലിക്കുവാനായി വന്ന അപേക്ഷകർക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സൊസൈറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സോജൻ വി അവറാച്ചൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.